ഇതോടെ ഓട്ടോ ഒന്നും ഇല്ല ആർക്കും. വണ്ടിയൊക്കെ നിറ നടപ്പുണ്ടല്ലേ. ഓട്ടത്തിന്റെ കാര്യമൊന്നും പറയണ്ടളിയ. രാവിലെ വന്നേ ആകെ ഓടിയത് 70 രൂപ. ആ കള്ളം പറയണെങ്കിൽ കണ്ടോ, അതുപോലും ഓടാത്ത വണ്ടിക്കാർ കിടപ്പുണ്ട് അവിടെ. എടാ നവാസ, എങ്കിൽ വേറെ ജോലി നോക്കണേ ഇത് കളഞ്ഞിട്ട്. വേറെ എന്ത് ജോലിക്ക് പോകാനാടിയാ? ജോലിക്ക് പോകണമെന്നുണ്ട്, പക്ഷേ ഈ ആക്സിഡന്റ് കഴിഞ്ഞോണ്ടേ വെയിറ്റ് തോനെ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിനോടുള്ള ഒരു സ്നേഹവും അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് അങ്ങ് പോന്നതാ. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന കണ്ടായിരുന്നല്ലോ അളിയൻ, കുറെ പ്രായം ചെന്നവരും വയ്യാത്തവരും ഒക്കെ. അവരൊക്കെ എന്ത് ജോലിക്ക് പോകാനാ? എല്ലാരും ഇതൊക്കെ തന്നെ. ഓ, ആക്സിഡന്റ് ആയിരുന്നു, ഞാൻ ഓർത്തില്ലടാ. എടാ അതിപ്പോ നിനക്ക് എങ്ങനെ ഉണ്ട്? അതിപ്പോ കുഴപ്പമൊന്നുമില്ല, പിന്നെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്തായാലും വണ്ടി ഓടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എടാ ആ ചേച്ചി എന്താടാ ആ വണ്ടി പിടിച്ചോണ്ട് പോയെ? നീ അല്ലേ ഫ്രണ്ട് കിടക്കുന്നേ? ഇവിടെ നിന്നല്ല അളിയ, എല്ലാ സ്റ്റാൻഡിലും ഇതാ പ്രശ്നം. തെരഞ്ഞു വിളിച്ചോണ്ട് പോവാ, മുഖം നോക്കി വിളിച്ചോണ്ട് പോവാ. നമ്മൾ ഓടാനും ജീവിക്കാനും അല്ലേ അളിയ ഇതും കൊണ്ടുവരുന്നേ. ഏറ്റവും പുറകെ കിടന്ന വണ്ടി അളിയ, തെല്ലി തെല്ലി എങ്ങനെയെങ്കിലും ഫ്രണ്ടിൽ വന്നത്. എന്നിട്ട് കാണിക്കുന്നതോ ആട്ടോക്കാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷമം ഇതാ. നമ്മൾ ഫ്രണ്ടിൽ കിടന്നിട്ടും തെരഞ്ഞു വിളിച്ചോണ്ട് പോകും. എടാ നീ എന്തു പറയുന്നേ? ഇതെന്നല്ല, എല്ലാ മേഖലയിലും ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട്. എല്ലാ മേഖലകളിലും പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഞാൻ ഇതുകൊണ്ട് നടക്കുന്നതുകൊണ്ട് എനിക്ക് ഇതിന്റെ കാര്യങ്ങൾ അറിയാം. ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷം ഇതിന്റെ പേപ്പർ വർക്ക്. പിന്നെ അളിയൻ അറിയാല്ലേ, 1000 രൂപ കൊണ്ട് ഒരു കടയിൽ ചെന്ന് കയറിയാണല്ലേ എന്തോ സാധനം മേടിക്കാൻ.